ജോലിക്ക് പോകണം, ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം. പറയാനൊക്കെ ഭയങ്കര രസമാണ് ചേച്ചി. ജോലി ആരെങ്കിലും എടുത്തു വെച്ചിട്ടുണ്ടോ? ഇപ്പോൾ ചേച്ചിയെ സംബന്ധിച്ചൊരു ബ്രേക്ക് എടുത്തു, തിരിച്ചു ചെന്നപ്പോൾ അവിടെ ജോലി ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളിൽ ചിലരൊക്കെ കല്യാണം കഴിച്ച് വേറെ നാട്ടിലായി പോകുന്നു, ജോലി നഷ്ടപ്പെടുന്നു. ചിലർ കുട്ടികൾക്ക് വേണ്ടി ബ്രേക്ക് എടുക്കുന്നു. അങ്ങനെ പിന്നെ ജോലിക്ക് പോകണമെന്ന് വിചാരിച്ചാലും ജോലി കിട്ടാണ്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങളെപ്പോലെയുള്ളവർക്ക് ജോലി കിട്ടാനുള്ള വഴി ചേച്ചി പറഞ്ഞതാ, അല്ലാണ്ടിരുന്നിട്ട് ഇൻഡിപെൻഡൻ്റ് ആവുക, ജോലി കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലെന്ന്. അങ്ങനെയുള്ള ഒരുപാട് മെസ്സേജസ് വന്ന് ഞാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു, എങ്ങനെ സഹായിക്കാൻ പറ്റും എന്ന് ഓർത്തിട്ട് കേട്ടോ. അങ്ങനെയുള്ള സമയത്താണ് ഹെർമ എന്ന് പറയുന്നൊരു കുട്ടി എന്നെ കോൺടാക്ട് ചെയ്യുന്നത്. ഇവർക്ക് 8 വർഷത്തെ റിക്രൂട്ട്മെൻറ്റ് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ പാർട്ട് ടൈം ജോലി നോക്കുകയാണെങ്കിൽ, ഫുൾ ടൈം ജോലി നോക്കുകയാണെങ്കിൽ, കരിയറിലൊരു ബ്രേക്ക് വന്നിരിക്കുകയാണെങ്കിൽ, ജോലി കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യൂ, ഇവരെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സംശയമായി, അങ്ങനെ ചുമ്മാ ഒരാളെ ഹെൽപ്പ് ചെയ്യൂ, അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ എന്നെ കോൺടാക്ട് ചെയ്യുന്നത്? അപ്പോൾ ആ കുട്ടി പറഞ്ഞ് ആ കുട്ടിയുടെ ഇനീഷ്യൽ സ്റ്റേജസിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ മറ്റ് പെൺകുട്ടികൾ കടന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും തരത്തിലൊരു ഹെൽപ്പ് ആകാൻ പറ്റുമെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കുട്ടി ഇത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് പൈസ ഒന്നും വേണ്ടി, നിങ്ങളിങ്ങനെ ഫ്രീ ആയിട്ട് ചെയ്താൽ നിങ്ങളെങ്ങനെ ജീവിക്കും? അവർ പറഞ്ഞു അവർക്ക് വേറെ ജോലിയുണ്ട് ഒരു സ്ഥാപനത്തിൽ, അപ്പോൾ ആ സ്ഥാപനം വഴി ജോലി കിട്ടുമ്പോൾ അവർക്കൊരു കമ്മീഷനൊക്കെ ഉണ്ട്. പക്ഷേ ഇവർ പേഴ്സണലി നടത്തുന്ന റിക്രൂട്ട്മെൻറ്റുകൾക്ക് ഇവർ പൈസ എടുക്കുന്നില്ല. ഞാൻ അവരുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വയബിളാണ്, ഫീസിബിളാണ്, ആൾ ജെനുവിനാണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ പ്രൊസീഡ് ചെയ്യുക. ഇത്രയാണ് എന്നെക്കൊണ്ട് ഈ ഒരു കാര്യത്തിൽ തൽക്കാലം ചെയ്യാൻ പറ്റുന്നത് കേട്ടോ.